നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേതാക്കളും അണികളും തമ്മിലുള്ള യഥാർത്ഥ ബന്ധത്തിന്റെ പച്ചയായ ഒരു ചിത്രം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു. മാസപ്പടി കള്ളപ്പണക്കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തല്ലിപ്പൊളിച്ച കേസിൽ അറസ്റ്റിലായ പാർട്ടി അണികളുടെ വീട് സന്ദർശിക്കാൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി എത്തിയിരുന്നു. ശിവൻകുട്ടി പങ്കുവച്ച ചിത്രത്തിലെ വീടിന്റെ അവസ്ഥയൊന്ന് നോക്കണം. നേതാക്കളുടെ മക്കൾ വാങ്ങിക്കൂട്ടുന്ന കോടികളുടെ മാസപ്പടിക്ക് കാവൽ നിൽക്കാനും ഇഡിയുടെ വണ്ടി തല്ലിപ്പൊളിക്കാനുമാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഒടുവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് അക്രമികളെ അകത്തിട്ടപ്പോൾ മുതിർന്ന നേതാക്കളെല്ലാം സുരക്ഷിതരായി ഒഴിഞ്ഞുമാറി. ഇപ്പോൾ വന്ന് രണ്ട് ആശ്വാസവാക്ക് പറഞ്ഞതുകൊണ്ടോ തലയിൽ കൈവച്ചതുകൊണ്ടോ ഇവരുടെ മേൽ ചുമത്തപ്പെട്ട ക്രിമിനൽ കേസുകൾ ഇല്ലാതാകാൻ പോകുന്നില്ല. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ മുൻ മുഖ്യമന്ത്രി വി ശിവൻകുട്ടി ഈ ക്രൂരമായ ആക്രമണ സംഭവത്തെ ന്യായീകരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കള്ളങ്ങളാണ്. സമരത്തിലിരുന്ന അണികൾക്കിടയിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് സംഘർഷമുണ്ടായതെന്നാണ് ശിവൻകുട്ടി വിളിച്ചു പറയുന്നത്. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ പൊതുജനങ്ങൾ മാധ്യമങ്ങളിലൂടെ തത്സമയ ദൃശ്യങ്ങളിൽ കണ്ടത് മറ്റൊന്നാണ്. റെയ്ഡ് കഴിഞ്ഞ് കൃത്യമായി പുറത്തേക്ക് പോവുകയായിരുന്ന ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തെ ഈ അക്രമി സംഘം വളയുകയും കല്ലും ചുടുകട്ടയും ഉപയോഗിച്ച് കാറിന്റെ ചില്ലുകൾ തകർക്കുകയുമായിരുന്നു. ഒരു ഡ്രൈവറുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുന്ന രീതിയിലേക്കാണ് ഈ ക്രിമിനലുകൾ അഴിഞ്ഞാടിയത്. ചാനൽ ക്യാമറകൾ കൃത്യമായി ഈ ദൃശ്യങ്ങൾ ലൈവായി കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് വാഹനം ഇടിച്ചു കയറ്റിയെന്ന പച്ചക്കള്ളം ഒരു മുൻ മന്ത്രി തന്നെ വന്ന് ന്യായീകരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഇങ്ങനെ അക്രമങ്ങളെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാശൈലി എന്താണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ അണികൾ ആർക്കു വേണ്ടിയാണ് തെരുവിലിറങ്ങി ഗുണ്ടായിസം കാണിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എക്സാലോജി കമ്പനിയുടെ മറവിൽ മാസപ്പടിയായി വാങ്ങിക്കൂട്ടിയ കോടികൾ വെളുപ്പിക്കാനോ? അതോ വിദേശത്ത് ലക്ഷങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം നടത്തുന്ന നേതാക്കളുടെ മക്കൾക്ക് വേണ്ടിയോ? നേതാക്കളുടെ മക്കൾ വിദേശത്തും AC റൂമുകളിലും സുഖമായി ജീവിക്കുമ്പോൾ പാവപ്പെട്ട അണികളെ വെറും കറിവേപ്പില പോലെ അടിമകളാക്കി മാറ്റി തെരുവിൽ അക്രമത്തിന് വിടുകയാണ് പാർട്ടി ചെയ്യുന്നത്. ഇഡി റെയ്ഡിനെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം നൽകിയ വലിയ നേതാക്കൾ ആരെങ്കിലും ഇപ്പോൾ ജയിലിലുണ്ടോ? ഇല്ല. അവരെല്ലാം AC കാറുകളിൽ വന്ന് ഈ പാവങ്ങളുടെ വീടുകളിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് മടങ്ങുകയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട് അഴിക്കുള്ളിലാകുമ്പോൾ ഇവിടുത്തെ മുതിർന്ന നേതാക്കൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ അടിമകളായ അണികൾക്ക് ഇനി എന്നാണ് വിവരം വെക്കുന്നത്? ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഇതിനകം തന്നെ നിരവധി പേരെ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾക്ക് നേരെ നടന്ന ഈ ആസൂത്രിത വധശ്രമ കേസ് ശക്തമായ അന്വേഷണ തലത്തിലേക്ക് നീങ്ങുമ്പോൾ വി ശിവൻകുട്ടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ഈ ന്യായീകരണങ്ങൾ കോടതിയിലും എതിർഭാഗത്തിനും ശക്തമായ ആയുധമായി മാറും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വീടുകൾ തോറും കയറിയിറങ്ങി ആശ്വാസം പങ്കുവച്ചതുകൊണ്ട് പിണറായി കുടുംബത്തിന്റെ മാസപ്പടി അഴിമതിയോ അതിന് കാവൽ നിന്ന ഗുണ്ടകളുടെ കുറ്റകൃത്യമോ മറച്ചുവെക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ പേരിൽ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയും ക്രിമിനലുകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നേതാക്കളുടെ മക്കൾ കോടികൾ മാസപ്പടി വാങ്ങി സുഖിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇഡിയുടെ വണ്ടി തല്ലിപ്പൊളിക്കാൻ പോയ പാവം അണികൾക്ക് കിട്ടിയത് ലോക്കപ്പും ജാമ്യമില്ലാ വകുപ്പുമാണ്. അണികളെ ജയിലിലാക്കിയിട്ട് ഇപ്പോൾ വന്ന് വീട് സന്ദർശിക്കുന്ന വി ശിവൻകുട്ടിയുടെ നാടകം ജനങ്ങൾ കണ്ടു. ഇഡി ഉദ്യോഗസ്ഥർ വണ്ടി ഇടിച്ചു കയറ്റാൻ നോക്കിയെന്ന് ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറയുമ്പോൾ ചുടുകട്ട കൊണ്ട് വണ്ടിയുടെ ചില്ല് തല്ലിപ്പൊളിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കേരളം കണ്ടത്. മുതിർന്ന നേതാക്കൾ സുരക്ഷിതരായി ഒഴിഞ്ഞു മാറുമ്പോൾ അണികളുടെ ഭാവി തകർക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഇരട്ടത്താപ്പ് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് കൃത്യമായി മനസ്സിലാകും.